ടു ബയോളജി ക്ലാസ്. അധ്യായം 3 സമസ്ഥിതിക്കായുള്ള സന്ദേശങ്ങൾ. ഈ പാഠത്തിൽ നമുക്ക് ഹോർമോണുകളെക്കുറിച്ചും ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യാനുള്ളത്. ആദ്യം ടെക്സ്റ്റ് ബുക്കിലെ പേജ് നോക്കാം. ഇവർക്ക് ഇത്രമാത്രം ഉയരവ്യത്യാസം വന്നത് എന്തുകൊണ്ടായിരിക്കാം? ഹോർമോൺ തകരാറാണെന്നാണ് ടീച്ചർ പറഞ്ഞത്. സയൻസ് ക്ലബ് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ച ചിത്രത്തെക്കുറിച്ച് നീനുവിൻ്റെയും സീനയുടെയും സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. അതായത് സയൻസ് ക്ലബ് നോട്ടീസ് ബോർഡിൽ ഒരു ഫോട്ടോ പതിപ്പിച്ചിട്ടുണ്ട്. ആ ഫോട്ടോ ആണ് നിങ്ങളവിടെ കാണുന്നത്. ആ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന ഒരാൾക്ക് ഉയരം വളരെ കൂടുതലും മറ്റേ ആൾക്ക് ഉയരം വളരെ കുറവുമാണ്. അപ്പം നീനുവും സീനയും തമ്മിൽ സംസാരിക്കുകയാണ്. ഇവർക്ക് എന്താ ഇങ്ങനെ ഉയരവ്യത്യാസം അനുഭവപ്പെടുന്നത്? ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവും വരാനുള്ള കാരണം എന്താ? അപ്പോൾ മറ്റേ കുട്ടി പറയാണ് അതിൻ്റെ കാരണം ഹോർമോണിലുണ്ടാകുന്ന തകരാറാണെന്ന്. ഹോർമോണുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയാവുന്ന ഹോർമോണുകൾ ഏതെല്ലാമാണെന്ന് ലിസ്റ്റ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഹോർമോണുകൾ അറിയാം? ഇൻസുലിൻ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൻസുലിൻ, തൈറോക്സിൻ, അല്ലേ, അഡ്രിനാലിൻ, ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ധാരാളം എന്തുണ്ട്? ഹോർമോണുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അധ്യായം ഹോർമോണുകളെക്കുറിച്ചുള്ള പഠനം ആയാണ്. നമുക്ക് നോക്കാം. ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയെയാണ് നമ്മൾ അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയാം. അതായത് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് ഏത്? നാഡീവ്യവസ്ഥ, അല്ലേ? ഇത്തരം ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് നാഡീവ്യവസ്ഥയോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയെ അന്തസ്രാവി വ്യവസ്ഥ എന്നാണ് പറയാം. നമ്മുടെ ശരീരത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് നാഡീവ്യവസ്ഥ. ഇത്തരം ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് നാഡീവ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. അതാണ് അന്തസ്രാവി വ്യവസ്ഥ. അന്തസ്രാവി ഗ്രന്ഥികളുടെ സ്രവങ്ങളാണ് എന്ത്? ഹോർമോണുകൾ. അന്തസ്രാവി ഗ്രന്ഥികളുടെ സ്രവങ്ങളാണ് ഹോർമോണുകൾ. അതായത് അന്തസ്രാവി ഗ്രന്ഥികൾ ഏതൊക്കെയാണോ അവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്രവങ്ങളെയാണ് നമ്മൾ ഹോർമോണുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഹോർമോണുകൾ എന്താണെന്നും അന്തസ്രാവി ഗ്രന്ഥികൾ എന്താണെന്നും പഠിക്കാം. ഇനി അന്തസ്രാവി ഗ്രന്ഥികളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നാളീരഹിത ഗ്രന്ഥി. എന്താണ് നാളീരഹിത ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ? ഈ അന്തസ്രാവി ഗ്രന്ഥികൾക്ക് നാളികളില്ല എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രത്യേകിച്ച് കുഴൽ സംവിധാനമില്ല. നാളി മീൻസ് കുഴൽ. അങ്ങനെ കുഴലുകളില്ലാത്ത ഗ്രന്ഥി ആയതുകൊണ്ടാണ് ഇതിനെ നാളീരഹിത ഗ്രന്ഥികൾ എന്ന് വിളിക്കുന്നത്. അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾക്ക് ശരീരത്തിലെ കലകളിലേക്ക് എത്തിച്ചേരാൻ പ്രത്യേക ഒരു കുഴൽ സംവിധാനമില്ല. അതിനാൽ ഇവയെ നാളീരഹിത ഗ്രന്ഥികൾ, കുഴൽ ഇല്ലാത്ത ഗ്രന്ഥികൾ എന്നാണ് വിളിക്കുക. രക്തത്തിലൂടെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഹോർമോണുകൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകുന്നത്. അതായത് ഒരു ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോർമോണുകൾ എന്ന് പറയാം. അപ്പോൾ ഈ ഹോർമോണുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഹോർമോണുകൾ എന്ത് ചെയ്യണം? ശരീരത്തിൻ്റെ വിവിധ കലകളിലേക്ക് എത്തിക്കണം. അങ്ങനെ വിവിധ കലകളിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ട് എന്തില്ല? ഒരു പ്രത്യേക കുഴൽ ഇവർക്കില്ല. അതുകൊണ്ട് തന്നെ അന്തസ്രാവി ഗ്രന്ഥികൾ എന്ത് ചെയ്യും? അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണ് രക്തത്തിലൂടെ ഒഴുക്കും. രക്തത്തിലൂടെ സംവഹിക്കുന്ന ഹോർമോണുകൾ എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടോ? അത് രക്തത്തിലൂടെയാണ് ഒഴുക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ രക്തത്തിലൂടെ ഒഴുക്കുന്ന ഹോർമോണുകൾ എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഹോർമോണുകൾ ലക്ഷ്യകോശങ്ങളിലേക്ക് എന്ന ഭാഗം നോക്കാം. രക്തത്തിൽ കലർന്ന് സഞ്ചരിക്കുന്നതിനാൽ ഹോർമോണുകൾ ശരീരത്തിലെമ്പാടും എത്തിച്ചേരും. അതായത് നാളീരഹിത ഗ്രന്ഥികൾക്ക് നാളികളില്ലാത്തതിനാൽ അവ എന്തു ചെയ്യുന്നു?
അവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്രവങ്ങൾ അവ രക്തത്തിൽ കൂടെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുക്കുന്നു. ഇങ്ങനെ രക്തത്തിലൂടെ ഒഴുക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഹോർമോൺ എന്ത് ചെയ്യും? എത്തിച്ചേരും. എന്നാൽ ഓരോ ഹോർമോണും പ്രത്യേക ഗ്രാഹികളിലുള്ള കോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുള്ളൂ. അതായത് ഓരോ ഹോർമോണിനും ഒരു പ്രത്യേക ഗ്രാഹിയുണ്ട്. ആ ഗ്രാഹികൾ ഉള്ളതിൽ മാത്രമേ ഈ ഹോർമോൺ എന്ത് ചെയ്യുള്ളൂ? പ്രവർത്തിക്കുള്ളൂ. ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങളാണ് അവയുടെ ലക്ഷ്യകോശങ്ങൾ. ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ലക്ഷ്യകോശങ്ങൾ എന്ന് പറയാം. അതത് ഗ്രാഹികളുള്ള കോശങ്ങൾക്ക് മാത്രമേ അതത് ഹോർമോണുകൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്വീകരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഓരോ ഹോർമോൺ തന്മാത്രയും ഗ്രാഹിയുമായി ബന്ധിച്ച് ഹോർമോൺ ഗ്രാഹി സംയുക്തം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ചിത്രം. ആ ചിത്രത്തിലേക്ക് നോക്കുക. അവിടെ ഹോർമോൺ ലക്ഷ്യ കേന്ദ്രത്തിലേക്ക് എന്നാണ് പറയുന്നത്. അതത് ഗ്രാഹികളുള്ള കോശങ്ങൾക്ക് മാത്രമേ ആ ഹോർമോണിനെ സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഓരോ ഹോർമോൺ തന്മാത്രയും ഗ്രാഹിയുമായി ബന്ധിച്ച് ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടും. ഇതിനെ തുടർന്ന് കോശത്തിനകത്ത് രാസാഗ്നികൾ പ്രവർത്തനക്ഷമമാവുകയും കോശപ്രവർത്തനങ്ങളിൽ മാറ്റം വരികയും ചെയ്യും. ഇങ്ങനെയാണ് ഒരു ഹോർമോൺ, അതിൻ്റെ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അതിൻ്റെ ലക്ഷ്യകോശങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ ശരീരത്തിലെ വിവിധ ഹോർമോണുകളെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് തന്മാത്രകൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കി. അതായത് നാം ആഹാരം കഴിക്കുമ്പോൾ ആഹാരത്തിന് എന്ത് സംഭവിക്കും? ദഹനം സംഭവിക്കും നമ്മുടെ ശരീരത്തിനുള്ളിൽ വെച്ച്. ഇങ്ങനെ ദഹനം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് തന്മാത്രകൾ രക്തത്തിലേക്ക് എന്ത് ചെയ്യും? ആഗിരണം ചെയ്യപ്പെടും. ഊർജത്തിൻ്റെ ഉൽപ്പാദനത്തിനായിട്ട് ഈ ഗ്ലൂക്കോസ് തന്മാത്രകൾ കോശങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. ഈ പ്രവർത്തനത്തിൽ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയാണ് മുഖ്യ പങ്ക് വഹിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയും പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ചാണ്. പാൻക്രിയാസ് ഗ്രന്ഥിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ആമാശയത്തിൻ്റെ തുടർച്ചയായി പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. അപ്പോൾ പാൻക്രിയാസ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് എക്സാമിന് ചോദിച്ചാൽ ആമാശയത്തിന് തുടർച്ചയായിട്ടുള്ള പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ഈ ഗ്രന്ഥിയെ നമ്മൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് പാൻക്രിയാസ് എന്ന ഗ്രന്ഥി 2 ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതായത് പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നൊരു കോശ സമൂഹമുണ്ട്, കോശങ്ങളുടെ ഒരു കൂട്ടം. ഈ കോശ സമൂഹത്തിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിനെയും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോണിനെയും ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണിനെയും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണിനെയും എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ പാൻക്രിയാസ് ഗ്രന്ഥി എവിടെ സ്ഥിതി ചെയ്യുന്നു? പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന കോശ സമൂഹം ഏതാണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ കോശങ്ങൾ ഏത് ഹോർമോൺ ഉണ്ടാക്കുന്നു? ഇൻസുലിൻ. ആൽഫ കോശങ്ങൾ ഏത് ഹോർമോൺ ഉണ്ടാക്കുന്നു? ഗ്ലൂക്കഗോൺ. ഇനി ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ഇവ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രവർത്തിക്കാമെന്ന്. ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഇൻസുലിൻ എന്താ ചെയ്യുക? ഗ്ലൂക്കോസിനെ കോശത്തിലേക്ക് എത്തിക്കും. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി നിർത്തുന്ന ആരാണ്? ഇൻസുലിനാണ്. അതായത് കരളിലും പേശിയിലും വെച്ച് ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും? ഗ്ലൈക്കോജനാക്കി മാറ്റും. ഇനി ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുക? കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റും. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടും. അതായത് പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഈ ഇൻസുലിനും ഗ്ലൂക്കഗോണും നമ്മുടെ ശരീരത്തിൽ എന്ത് പ്രവർത്തനമാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു ബോക്സിലെ ആൻസറാണ് എഴുതേണ്ടത്.